രണ്ടു വരിയിൽ ഡൽഹിയിലെ ആഭ്യന്തരമന്ത്രി കെജ്രിവാളിന്റെ വലം കൈ ഇതേ കെജ്രിവാളിനെ പൂട്ടുകയാണ്. മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെട്ടതിന് പിന്നാലെ കെജ്രിവാളിനെ തേടിയെത്തിയത് തന്റെ ആഭ്യന്തരമന്ത്രി, തന്നോടൊപ്പം തോളോടു തോൾ ചേർന്ന് നിന്നവൻ തന്നെ തീർത്ത് കളഞ്ഞ് BJPയോടൊപ്പം ചേർന്നിരിക്കുന്നു എന്നതാണ്. ഇത് കെജ്രിവാൾ ഒടുക്കം തിരിച്ചറിയുക കൂടിയാണ്. മുഖ്യമന്ത്രി അത്യഷിക്ക് നൽകിയ രാജിക്കത്തിൽ ആകെ 2 വരി മാത്രമേ ഉള്ളൂ എങ്കിലും അതിനൊപ്പം ഒരു പേജ് നിറയെ ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മറ്റൊരു കത്തും അദ്ദേഹം പുറത്തുവിട്ടതോടെ കെജ്രിവാളും AAP എന്ന പാർട്ടിയും ആകെ കുഴഞ്ഞു പോകുന്ന മട്ടാണ് കാണാനാവുന്നത്. ഇവിടെ ആഭ്യന്തരമന്ത്രി കസേരയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ AAP എന്ന പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുകൂടി ഇതേ ആഭ്യന്തരമന്ത്രി രാജിവെക്കുകയാണ്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ BJP സ്മൃതി ഇറാനിയെ ഇറക്കി പരാക്രമണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഡൽഹിയിലെ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവുമായ കൈലാഷ് ഗെഹ്ലോട്ട് രാജിവെക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി നഗരം പിടിച്ച് മോദിക്ക് മൂക്കുകയറിടാനുള്ള ശ്രമങ്ങളും ആരംഭിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലേക്കില്ല എന്ന കെജ്രിവാൾ വാദം അസ്ഥാനത്തേക്ക് മാറുകയും ചെയ്യും. അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന തിരിച്ചറിവും ഈ രാജ്യം നൽകുന്നുണ്ട്. അത് മാത്രവുമല്ല, ആഭ്യന്തരം കൈയാളുന്ന മന്ത്രി മാത്രമല്ല കൈലാഷ്, ഗതാഗതം, സ്ത്രീ സുരക്ഷ തുടങ്ങി ഒരു പിടി വകുപ്പുകൾ കയ്യിലുള്ള മന്ത്രിയാണ് രാജിവെച്ച് BJPയിൽ ചേരാൻ പോകുന്നത്. ഇത് കെജ്രിവാളിനെ സംബന്ധിച്ച് ചെറിയ അടിയൊന്നുമല്ല. അത് മാത്രവുമല്ല, കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നതും. പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും സമീപകാല വിവാദങ്ങളുമാണ് സ്ഥാനമൊഴിയാനുള്ള കാരണമെന്ന് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനും ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കും അയച്ച രാജിക്കത്തിൽ കൈലാഷ് കൃത്യമായി പറയുന്നുണ്ട്. യമുന നദി ശുചീകരണത്തിൽ ഡൽഹി സർക്കാർ പരാജയപ്പെട്ടു എന്നും കൈലാഷ് ഗെഹ്ലോട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ശുദ്ധമായ യമുനയെ ഞങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു, എന്നാൽ ആ പ്രതിബദ്ധത നിറവേറ്റുന്നതിൽ ഞങ്ങൾ തന്നെ പരാജയപ്പെട്ടു എന്നാണ് എഴുതുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ പുതിയ ഔദ്യോഗിക ബംഗ്ലാവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചും കത്തിൽ നല്ലപോലെ പരാമർശിക്കുന്നുണ്ട്. പുതിയ ബംഗ്ലാവ് പോലുള്ള ലജ്ജാകരവും വിചിത്രവുമായ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇത് സാധാരണക്കാരന്റെ പാർട്ടി എന്ന ലേബലിൽ ആളുകൾക്ക് സംശയം ഉയർത്താൻ കാരണമായി. ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള നിരന്തര പോരാട്ടം നഗരത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തി എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡൽഹി സർക്കാർ അതിന്റെ ഭൂരിഭാഗം സമയവും കേന്ദ്രവുമായി യുദ്ധം ചെയ്യുന്നതിനാണ് ശ്രമിച്ചത് എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ആം ആദ്മി പാർട്ടി സ്വന്തം രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി പോരാടുകയാണ് എന്നും ഇത് ഡൽഹിയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സേവനങ്ങൾ പോലും നൽകാനുള്ള നേതാക്കളുടെ കഴിവിനെ സാരമായി ബാധിച്ചു എന്നും ഗെഹ്ലോട്ട് പറഞ്ഞു വെക്കുകയാണ്. ഡൽഹിയിലെ ജനങ്ങൾ സേവിക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് ഞാൻ എന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്, അത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങളെ ഓരോന്നോരോന്നായി അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നത്. പാർട്ടിയിൽ നിന്ന് അകന്ന് നിൽക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് ഗെഹ്ലോട്ട് കത്ത് അവസാനിപ്പിക്കുകയാണ്. ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അവസാന വരി പോലും കെജ്രിവാളിനെ കുറ്റപ്പെടുത്തി ഗെഹ്ലോട്ട് പാർട്ടി വിട്ടത്. ആം ആദ്മിക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. ഇവിടെ രാഹുലിനെ തേടി കെജ്രിവാൾ എത്തുമെന്നത് മറ്റൊരു ഉറപ്പ് കൂടിയാണ്.